ഒരാഴ്ചയോ ഒരു മാസമോ എടുത്താൽ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളൊക്കെ ഒരു ദിവസം തീർക്കുന്നുണ്ടാവും. വൈഫിനെ വഴക്ക് പറയുന്നു. ഇതൊക്കെ പലപ്പോഴും നമ്മൾ കാണാറുള്ളതാണ്. മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണത്. ഡിയർ ഫ്രണ്ട്സ്, വലിയ ബിസിനസ്സുകാരൊക്കെ വലിയ എൻ്റർപ്രണേഴ്സൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഒരു ദിവസം തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും. സാധാരണ ആൾക്കാർ ഒരാഴ്ചയോ ഒരു മാസമോ എടുത്താൽ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളൊക്കെ ഒരു ദിവസം തീർക്കുന്നുണ്ടാവും. എന്നാൽ സാധാരണ പലപ്പോഴും നമ്മൾ കാണുന്ന ചെറിയ ബിസിനസ്സുകാരൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ പല കാര്യങ്ങളും പിന്നെയും അവർക്ക് ബാക്കിയാണ്, ചെയ്ത് തീരുന്നില്ല. വൈകുന്നേരം അപ്പോൾ പലപ്പോഴും സ്റ്റാഫിനെ വഴക്ക് പറയുന്നു, ഓർപ്പിക്കേണ്ടായിരുന്നു, ഇന്ന് അത്യാവശ്യമുള്ള കാര്യമല്ലായിരുന്നോ, അല്ലെങ്കിൽ വൈഫിനെ വഴക്ക് പറയുന്നു. ഇതൊക്കെ പലപ്പോഴും നമ്മൾ കാണാറുള്ളതാണ്. മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. അതെങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെ ധാരാളം കാര്യങ്ങൾ നമുക്ക് ഒരാൾക്ക് എങ്ങനെ ഫാസ്റ്റായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നു എന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് വലിയ കാര്യങ്ങൾ കൂടുതൽ എഫക്റ്റീവായിട്ടും ഒരു പ്രയോറിറ്റി ഉള്ള ഒരു കാര്യങ്ങളും മിസ്സാക്കാതെ ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ചെയ്തു തീർക്കേണ്ടതെന്നുള്ളൊരു ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടോ. ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം, അതായത് ഒന്നിലധികം പല കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പല കാര്യങ്ങളും നമുക്ക് മിസ്സാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം സാധാരണ ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും തന്നെ ചെയ്യുന്നൊരു കാര്യം, പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യം, അവരൊരു ചെയ്തു തീർക്കേണ്ടത് ഒരു ലിസ്റ്റ് അവരുടെ കയ്യിലുണ്ടാവും. ആ ലിസ്റ്റിനകത്ത് പ്രയോറിറ്റി നമ്പർ 1, 2, 3 വെച്ച് എഴുതിയിട്ടുണ്ടാവും. ഏതൊക്കെ കാര്യങ്ങളാണ് ഏറ്റവും ഒരു കാരണവശാലും മിസ്സാക്കാത്തത് വേണ്ടാത്തത് പ്രയോറിറ്റൈസ് ചെയ്യും. 1, 2, 3, 4, 5 വെച്ചിട്ട് നമ്പർ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ 1 അവർക്ക് ചെയ്തേ പറ്റുള്ളൂ. ആ 1 ചെയ്യുന്നതിനോടൊപ്പം അവരുടെ പ്രയോറിറ്റിയിൽ 18-ാമത്തെയോ 20-ാമത്തെയോ 25-ാമത്തെയോ 30-ാമത്തെയോ ഒക്കെ കിടക്കുന്ന കാര്യങ്ങൾ ഈ 1 ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന ഏറ്റവും ലാസ്റ്റത്തെ ഏതൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യും. പ്രയോറിറ്റി നമ്പർ 2 എടുക്കുന്നു. 2 ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ചെയ്തു തീർക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്തു തീർക്കുന്നു. 3 എടുക്കുന്നു, 4 എടുക്കുന്നു. ഈ ഒരു ഓർഡറിൽ കറക്റ്റായിട്ട് ചെയ്തു തീർക്കുമ്പോഴത്തേന് വൈകുന്നേരം ആകുമ്പോഴത്തേന് അവർ സാധാരണ ഒരാൾ ഒരാഴ്ചയോ ഒരു മാസമോ അല്ലെങ്കിൽ 3 മാസമോ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് തീർത്തിട്ട് ഹാപ്പിയായിട്ട് നേരത്തെ അവർ ഉറങ്ങുന്ന കാണാൻ പറ്റും. നമ്മുടെ ഹാപ്പിനെസ്സാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. പലപ്പോഴും പകുതി വരെ ചെയ്തു തീർക്കുന്ന ഒരാളെ സംബന്ധിച്ച് മൈൻഡ് എഗെയിൻ നീ ഇതൊക്കെ പറയുള്ളൂ, എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല, നമ്മളറിയാതെ ഇതിനകത്ത് ഏറ്റവും വലിയ ഡേഞ്ചർ അതാണ്. നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കുറേ തോട്ട്സ് ഉണ്ട്. നമ്മളിതൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നു, ഒന്നും ഓർഗനൈസ്ഡ് അല്ല, പകുതി കാര്യങ്ങൾ ചെയ്തു, പകുതി കാര്യങ്ങൾ പകുതിയാക്കി വെച്ചിരിക്കുന്നു. ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മളും തീർച്ചയായിട്ടും ഫ്രസ്ട്രേറ്റഡ് ആണ്, നമ്മളും അൺഹാപ്പി ആയിട്ടായിരിക്കും വൈകുന്നേരം കിടന്നുറങ്ങുന്നത്. വൈകുന്നേരം ഹാപ്പിയായിട്ട് കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. കാരണം ചെയ്തു തീർക്കാനുള്ള ടാസ്കുകൾ എത്ര എണ്ണം ഉണ്ടെങ്കിൽ പോലും അത് കൃത്യമായിട്ട് ചെയ്തു തീർക്കണം എന്നുണ്ടെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്നു മുതൽ ആ ഡിഫറൻസ് നിങ്ങൾക്ക് വരുന്നുണ്ടാവും.